ഈ സ്ഥലം കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ ഓർമ്മ വരുന്നത്? ഇവിടുന്നാണ് ഹസീന എന്ന കുട്ടിയുടെ ഡെഡ് ബോഡി കിട്ടിയത്. ആ കുട്ടി ആരാണെന്നറിയോ? എന്റെ മോളാ. എനിക്ക് ഈ ലോകത്ത് ഇഷ്ടപ്പെട്ട രണ്ട് കാര്യങ്ങളാ. ഒന്ന് ഈ കാക്കി യൂണിഫോമും, മറ്റൊന്ന് എന്റെ മോൾ ഹസീനയും. അവളെപ്പോഴും വളരെ സന്തോഷത്തോടെ കാണപ്പെട്ടു. മറ്റുള്ളവരെ അവൾ സന്തോഷിപ്പിച്ചു. അങ്ങനെ എല്ലാവരെയും സന്തോഷിപ്പിച്ച എന്റെ മോള് ജീവിതത്തിൽ എന്റെ സന്തോഷം ഇല്ലാതാക്കിയിട്ട് പോയി. എന്റെ സഹോദരിയുടെ വീട്ടിലേക്ക് പോയ എന്റെ മോള് തിരിച്ചു വന്നിട്ടേയില്ല. ഇവിടെ വെച്ച് ആരോ എന്റെ മോളെ മൃഗീയമായി കൊന്നിരിക്കുന്നു. കത്തി കൊണ്ട് കുത്തിക്കേറി അവിടെ ഹൃദയം എടുത്തിരിക്കുന്നു. ഞാനാണ് മനഃപൂർവ്വം ആക്സിഡന്റ് ഉണ്ടാക്കി നിന്നെ ഇടിപ്പിച്ചത്. ഈ കേസ് ഞാൻ തന്നെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ വേണ്ടി SP-യുടെ പെർമിഷനോട് കൂടി 2 ടേൺ പോലീസ് സ്റ്റേഷനിലേക്ക് പോസ്റ്റിംഗ് വാങ്ങിച്ചു. പിഞ്ചു കുഞ്ഞുങ്ങളെ ഇങ്ങനെ ക്രൂരമായി കൊല്ലാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നടാ? സാറിനെ കുട്ടി കൊന്നത് ഞാനല്ല സാർ. ഞാൻ പറയുന്നത് സത്യമാണ് സാർ. ആ കൊലയാളി കണ്ടുപിടിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. എന്നെ വിശ്വസിക്കു സാർ, പ്ലീസ്. സാർ പ്ലീസ്, സാറിനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ജീവനോടുള്ള ഹൃദയം അറുത്തെടുത്താൽ അതിന്റെ വേദന എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാമടാ. ഈ കുട്ടിയുടെ പേര് വിനിത. ഏജ് 8 years. ബ്ലഡ് ഗ്രൂപ്പ് O നെഗറ്റീവ്. ഇവിടെ സംഭവിച്ചിരിക്കുന്ന 3 കൊലപാതകങ്ങളിലും സെയിം ഏജ്, സെയിം ബ്ലഡ് ഗ്രൂപ്പ്. തീർച്ചയായിട്ടും കേശവൻ ഈ കുട്ടിയെയും ടാർഗറ്റ് ചെയ്യും. സോ എങ്ങനെങ്കിലും ഈ കുട്ടിയെ നമ്മൾ രക്ഷപ്പെടുത്തിയേ മതിയാകൂ. റഫീഖ് സർ, നിങ്ങൾ ലീഡ് ചെയ്യണം. യെസ് സർ. എനി ഇൻഫർമേഷൻ എനിക്ക് പാസ് ചെയ്യണം. ഗിരി, ഒരു മിനിറ്റ്. സാറേ, സാറെന്താ ഇവിടെ? കുട്ടികളെ കിഡ്നാപ്പ് ചെയ്യുന്ന ആരാണെന്ന് എനിക്കറിയാം. ആരാ സാറേ? എൻ്റെ അമ്മായിയച്ഛൻ. അമ്മായിയച്ഛനോ? അദ്ദേഹത്തിൻ്റെ പിന്നിൽ ആരൊക്കെയോ ഉണ്ട്. അതറിയണമെന്നുണ്ടെങ്കിൽ കുട്ടിയെ പുറത്തു കൊണ്ടുവരണം. കുട്ടി പുറത്തു വന്നാൽ കുട്ടിയെ തേടി അമ്മാവനും ഇറങ്ങും. അപ്പോൾ യഥാർത്ഥ കിഡ്നാപ്പർ ആരാണെന്ന് നമുക്ക് മനസ്സിലാകും.
ആ കുട്ടിയെ എങ്ങനെയെങ്കിലും നിങ്ങൾ പുറത്തു കൊണ്ടുവരണം. ആ കുട്ടിക്ക് വേണ്ടി ഞാൻ ജീവൻ തന്നെ കൊടുക്കും. എന്നെ വിശ്വസിക്കേ. നാളെ എന്തായാലും അച്ഛൻ മോക്ക് വേണ്ടി ഐസ്ക്രീം വാങ്ങിച്ചു തരും കേട്ടോ. വിനീതേ, ഇത് കഴിക്കൂ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. വലുത് കഴിച്ചോ സാറേ? ഇന്ന വായ കാണിക്ക്. ആ മമ്മി ഞാൻ സൈക്കിൾ ഓടിച്ചിട്ട് വരാം മമ്മി. സൈക്കിൾ ഒന്നും ഇപ്പൊ ഓടിക്കണ്ട, മര്യാദക്ക് എന്താണ് ഇത്? എപ്പോഴും ഇങ്ങനെ കൊച്ചിനെ വഴക്ക് പറയാണോ? എന്താ മേഡം അത്? കുട്ടിയുടെ ആഗ്രഹമല്ലേ. കൂടെ ഞാൻ പോയി നോക്കിക്കോളാം. വരുമോളെ. താങ്ക് യു. ശരി മേഡം, ഇരുന്നോ. ഞാൻ സൈക്കിൾ ഓടിക്കാൻ ശരിക്കും പോവാം പിടിച്ചോട്ടോ. മമ്മി. അങ്ങനെ പിടിച്ചോ. ആ അതെ. സൂക്ഷിച്ച്. പതുക്കെ 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 പതുക്കെ. പതുക്കെ. ഇത്ര ഉള്ളു കാര്യം. എടാ, കുട്ടിയെ കൂടെ കൊണ്ടുവിടാം. എടാ, കുട്ടിയെ കൂടെ കൊണ്ടുവിടാൻ. നിക്കാനാ പറഞ്ഞേടാ. എടാ, കുഞ്ഞിനെ കൊണ്ടുവരാൻ. ഗിരി, ഗിരി. സാറേ, കുട്ടിയെ വണ്ടിയിലുണ്ട് സാറേ. ഗിരിസ്, ഗിരിസ്, അയ്യോ, എന്താ പറ്റിയത്? അച്ഛാ, അങ്ങേര് വരുന്നുണ്ട്. എന്താടി? രക്ഷപ്പെട്ടോളാം.